നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്ന വിഷയത്തിൽ നിന്ന് തുടങ്ങാം. മനുഷ്യ വന്യജീവി സംഘർഷം. കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നതാണ്. സ്ഥിരമായിട്ട് മരണങ്ങൾ നടക്കുന്നുണ്ട്. വനം വകുപ്പിൻ്റെ ഇപ്പോഴത്തെ ഒരു പൊസിഷൻ എന്താണ്? കാരണം വനം വകുപ്പാണ് ഏറ്റവും കൂടുതലായിട്ട് കുറ്റാരോപിതരായിട്ടിരിക്കുന്നത്. വനം വകുപ്പാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ഞാൻ സൂചിപ്പിച്ചതുപോലെ വളരെ അധികം ചർച്ച ചെയ്യപ്പെടുന്നതും വളരെ സമകാലീനമായിട്ട് കേരളത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ നമ്മുടെ സാംസ്കാരിക ജീവിതത്തിലൊക്കെ തന്നെ വളരെയധികം ഇടപെടുന്ന ഒരു വിഷയമായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. സത്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങളെ അലോസരപ്പെടുത്തുന്ന ഒരു വിഷയം എന്ന രീതിയിൽ അതിന് കൺസർവേഷൻ്റെ കാര്യത്തിലും അതിനൊരു ഒരു 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 ഇൻഫ്ലുവൻസ് ഉള്ളത് കൊണ്ട് തന്നെ അതിനെ ഏത് രീതിയിലും നമുക്ക് ലഘൂകരിക്കണം എന്നുള്ള ഒരു പൊസിഷനാണ് വനം വകുപ്പിൻ്റേത്. അത് കൺസർവേഷൻ ആവശ്യമാണ്, അതേസമയം തന്നെ ജനജീവിതം സുഗമമാക്കുന്നതിന് കേരളത്തിന് ആവശ്യമാണ്. അപ്പോൾ അത് ബാലൻസ് ചെയ്യാനുള്ള സമീകരിക്കാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തുന്ന, ഞാൻ നേരത്തെ ചോദ്യത്തിൻ്റെ ഒരു ഉത്തരം തന്നെ അതാണ്. അതായത് ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തുന്ന വനം വകുപ്പാണ്. കാരണം വനം വകുപ്പിൻ്റെ ഒരു ഫെയിലുവർ കൊണ്ടാണ് ഏറ്റവും കൂടുതലായിട്ട് ഇപ്പോൾ വന്യമൃഗങ്ങൾ അടുത്തിടയ്ക്ക് കൂടുതലായിട്ട് നാട്ടിലേക്ക് ഇറങ്ങുന്നു. അത് എന്തുകൊണ്ട് അതിനെ കൺട്രോൾ ചെയ്തുകൂടാ, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഉടനെ തന്നെ ഇപ്പോൾ അതിനെ റെസ്ട്രിക്ട് ചെയ്യാൻ, അതിപ്പോൾ ഷൂട്ട് ചെയ്തിട്ടാണെങ്കിലും പേടിപ്പിച്ചിട്ടാണെങ്കിലും റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റുന്നില്ല. വകുപ്പിൻ്റെ ഒരു ഫെയിലുവർ അല്ലേ ഈ വന്യജീവി സംഘർഷം തടയുന്നത്? വനം വകുപ്പ് ഈ പ്രശ്നം കൈകാര്യം ചെയ്യുന്നത് ഇപ്പോൾ ആദ്യമായിട്ടൊന്നുമല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് ഈ പ്രശ്നത്തിൻ്റെ ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു വശം കൂടെ മനസ്സിലാക്കിയാലേ നമുക്ക് ആ ആൻസറിലേക്ക് പൂർണ്ണമായിട്ടും എത്താനായിട്ട് കഴിയുകയുള്ളൂ. മനുഷ്യ വന്യജീവി സംഘർഷം എന്ന് വിളിക്കുന്നത് ഹിസ്റ്റോറിക്കലായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ അതൊരു പരിണാമത്തിൻ്റെ ഭാഗമാണ്. ഭൂമിയിൽ രണ്ട് ജീവികൾ ഉള്ളിടത്തോളം കാലം ഒരു ജീവി മറ്റൊരു ജീവിയുടെ പുറത്ത് അധീശത്വം സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കും. അതെല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്, അതിന് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ലഘൂകരിക്കുക എന്നുള്ളൊരു പ്രക്രിയക്കാണ് നമ്മൾ കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത്. പക്ഷെ അടുത്ത കാലത്ത് സംഭവിക്കുന്നത്, ഇപ്പോൾ കേരളത്തിൽ പ്രത്യേകിച്ച് ഈ മനുഷ്യ വന്യജീവി സംഘർഷത്തെ പല തലങ്ങളിൽ കാണാൻ പറ്റും. അതിനൊരു പാരിസ്ഥിതിക വിഷയമായിട്ട് മാത്രം കാണാം, അതിനൊരു സാമൂഹികമായിട്ടുള്ള ഒരു പശ്ചാത്തലം കൈവരും, പിന്നീട് കുറേ കഴിയുമ്പോൾ അതിന് ഒരു രാഷ്ട്രീയ ഒരു പശ്ചാത്തലം വരുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ ലെവൽ 3 എന്ന് വിളിക്കുന്ന ഇതിനെ ഒരു പാരിസ്ഥിതിക സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലം കൈവന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. ഇപ്പോൾ മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള ഇടപെടലുകൾ പലതരത്തിലുണ്ടെന്ന് പറയാറുണ്ട്. ഒന്ന്, അത് വളരെ ന്യൂട്രലായിട്ടുള്ള ഇടപെടലുകളായിരിക്കാം, പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. രണ്ടാമത്, പോസിറ്റീവായിട്ടുള്ള ഇടപെടലുണ്ട്. എൻ്റെ വീട്ടിലെ നായ ഞാൻ അതിനെ തലോടുന്നത് വളരെ ധനാത്മകമായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ഇടപെടലാണ്. പക്ഷെ അത് നെഗറ്റീവ് ആകുമ്പോഴാണ് നമ്മുടെ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കൂടുതലായിട്ട് അനുഭവപ്പെടുന്ന സാഹചര്യങ്ങളും നമുക്ക് കേരളത്തിൽ വരുന്നുണ്ട്. ഇപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ നമ്പറാണ് നോക്കുന്നതെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ ചിത്രം വേറെയാണ്. യഥാർത്ഥത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷം കുറഞ്ഞു വരുന്നു എന്നാണ് നമ്പർ കാണിക്കുക. ഇപ്പോൾ 3-4 വർഷങ്ങൾക്ക് മുമ്പ് ഏതാണ്ട് ഇപ്പോൾ 39-40 പേര് ആനയുടെ മുമ്പിൽപ്പെട്ട് മരിച്ച ഒരു സാഹചര്യത്തിൽ നിന്ന് കഴിഞ്ഞ വർഷം ഇത് 19ആയി. പക്ഷെ അതേസമയം തന്നെ നമ്മൾ നാഗരികത കൂടുതൽ വരുന്നു, ഇതിനെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാകുന്ന ഒരു സാഹചര്യത്തിലും റിപ്പോർട്ടിങ്ങുകളുടെ കൂടുതൽ വരുന്ന സാഹചര്യം, സാമൂഹ്യ മാധ്യമങ്ങളുടെ സാഹചര്യം, ആളുകൾ തന്നെ കൂടുതൽ അവെയറാവുന്ന സാഹചര്യത്തിൽ ഈവൺ ഓരോ മരണവും ഓരോ അപകടവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ പരമാവധി ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം തന്നെ വനംവകുപ്പ് ഇപ്പോൾ ചെയ്യാനായിട്ട് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇതൊരു അപരയുക്തിയിലും താർക്കിക യുക്തിയിലും നമ്മൾ സമീപിച്ചാൽ തീരുന്നൊരു പ്രശ്നമല്ല. കാരണം ഈ ഒരു പ്രശ്ന ലഘൂകരണത്തിന് പ്രശ്നത്തിൻ്റെ കാരണങ്ങളെക്കുറിച്ച് നമ്മൾ ആദ്യം വളരെ അതിൻ്റെ സമഗ്രതയിൽ പഠിക്കാനുണ്ട്. ഇതിപ്പോൾ ഒരു വകുപ്പിൻ്റെ മാത്രം ഒരു പ്രശ്നം കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമല്ല. നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മുടെ ജനസംഖ്യ 2.5 ഇരട്ടിയായി. നമ്മുടെ കന്നുകാലികളുടെ എണ്ണത്തിൽ 2.5 ഇരട്ടി വർധനവുണ്ടായി. നമ്മുടെ GDP 8% വർദ്ധിക്കുകയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റോഡുകളുള്ള ഒരു സംസ്ഥാനം കേരളമാണ്. ഏറ്റവും കൂടുതൽ റോഡിൻ്റെ ഡെൻസിറ്റി നമ്മൾക്കൊക്കെ അഭിമാനിക്കാവുന്ന നേട്ടങ്ങളാണ് നമ്മുടെ വികേന്ദ്രീകൃത വികസന മാതൃകയുടെ ഭാഗമായിട്ട് നമ്മുടെ എല്ലാ നാട്ടിൻപുറങ്ങളും നമ്മൾ വികസിക്കുന്നുണ്ട്. അത് ശരിയാണ് തന്നെ. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് പലപ്പോഴും സംഭവിക്കുന്നത് കാടും നാടും തമ്മിലുള്ള ഒരു ഇൻ്റർഫേസ് പ്രതലം, ഈ കൂട്ടിമുട്ടാൻ മൃഗങ്ങളുമായി സമ്പർക്കത്തിന് സാധ്യതയുള്ള പ്രതലങ്ങൾ കൂടുന്നുണ്ട്. അത് ഏതാണ്ട് 16,000 കിലോമീറ്റർ എന്നാണ് നമ്മൾ കണക്കൂട്ടിയിരിക്കുന്നത്. അതിൽ ഏതാണ്ട് ഒരു 4,000 കിലോമീറ്ററോളം ഈ സമ്പർക്ക സാധ്യത കൂടുതലുള്ള പ്രദേശങ്ങളാണ്.
അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മുടെ ആധുനിക നാഗരികത നമ്മൾ കടന്നു വരുമ്പോൾ നമ്മുടെ സഞ്ചാരം കൂടുന്നുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യം, അതുപോലെ തന്നെ ആവാസ വ്യവസ്ഥകൾ ഉണ്ടാകുന്ന മാറ്റങ്ങളുണ്ട്, കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്, പിന്നീട് കന്നുകാലി മേച്ചിലിൻ്റെ പ്രശ്നങ്ങളുണ്ട്, മൃഗങ്ങളുടെ സ്വഭാവത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളുണ്ട്. ഇങ്ങനെ നാനാവിധത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് ഈ സമ്പർക്കം, ഈ നെഗറ്റീവായിട്ടുള്ള സമ്പർക്കം ചിലയിടങ്ങളിലെങ്കിലും പ്രാദേശികമായിട്ട് വർദ്ധിക്കുന്നൊരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതിന് ആ സാഹചര്യങ്ങളെ നമ്മൾ സമഗ്രതയോടെ പരിഹരിച്ചാൽ മാത്രമേ നമുക്ക് ഇതിനെ പിന്നെ മനസ്സിലാക്കിയാൽ മാത്രമേ ഇതിനെ പരിഹരിക്കാൻ പറ്റുള്ളൂ. അവിടെയാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ച ഒരു അപരയുക്തിയിലും താർക്കിക യുക്തിയിലും നമുക്ക് ഇതിനെ പരിഹരിക്കാനായിട്ട്, ലഘൂകരിക്കാനായിട്ട് സാധിക്കില്ല. ഇതെല്ലാവരുടെയും ചുമതലയാണെന്നുള്ളൊരു ബോധ്യമാണ് വേണ്ടത്. നമുക്കത് കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് പോകും. അതായത് ഇപ്പോൾ കേരളത്തിൽ ഇറ്റ്സ് എ ഫാക്ട്, നമുക്കറിയാം കേരളത്തിൽ വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് വളരെ കൂടിയിട്ടുണ്ട് പല കാരണങ്ങളിൽ. അതുകൊണ്ടുണ്ടാകുന്ന അപകടങ്ങളും കൂടിയിട്ടുണ്ട്. ഡെത്ത് മേ ബി താങ്കൾ പറഞ്ഞ പോലെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും, ഡെത്ത് കൂടിയിട്ടുണ്ട്. അത് തടയുന്നതിൽ അതിലൊരു ക്ലാരിറ്റി വേണം. സാർ ആദ്യം പറഞ്ഞു ഡെത്ത് കുറയുകയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഫാക്ച്വലി പക്ഷെ നമ്മളുടെ ഒരു പോപ്പുലർ നാരറ്റീവില് വൈൽഡ് ആനിമൽ കോൺഫ്ലിക്റ്റ് കാരണം മരണങ്ങൾ കൂടുന്നു എന്നുള്ളതാണ് നമ്മുടെ ഒരു ഫിഗേഴ്സ് കാണിക്കുന്നത്. ഫാക്ച്വലി എന്താണ് അതിന്റെ ഒരു പൊസിഷൻ? കഴിഞ്ഞ വർഷത്തെ ഒരു കണക്ക് നമുക്കൊന്ന് വിച്ഛേദിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കാണുന്നത്. 67 പേരാണ് ഈ മനുഷ്യ വന്യജീവി സംഘർഷം മൂലം കേരളത്തിൽ മരിച്ചു എന്ന് കണക്കിൽപ്പെടുത്തിയിരിക്കുന്നത്. 24-25 നമ്മൾ ഈ സാമ്പത്തിക വർഷം പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, അത് ഈ കോമ്പൻസേഷൻ ഈ സാമ്പത്തിക വർഷമായിട്ട് ബന്ധപ്പെട്ട് കൊടുക്കുന്നുണ്ടാണ്. അപ്പോൾ ഈ 67 പേരിൽ 34 പേരുടെ മരണം പാമ്പ് കടിയാണ്. ഈ പാമ്പ് കടി നാട്ടിൻപുറങ്ങളിൽ നടക്കുന്നതാണ്, വനവുമായി ബന്ധപ്പെട്ട് നടന്നതല്ല. അത് മിക്കവാറും പാമ്പുകളൊക്കെ ഒരു കാർഷിക വ്യവസ്ഥയുടെ ഭാഗമായിട്ടാണ് നമ്മുടെ പാമ്പുകളൊക്കെ വന്നിട്ടുള്ളത്. നാട്ടിൻപുറങ്ങളിൽ സംഭവിച്ച മരണമാണ്. പക്ഷേ 2 കാരണം കൊണ്ട് ഈ വന്യജീവി കണക്കിൽ വരുന്നു. അത് ഈ കേരളം മാത്രമേ ചെയ്യാറുള്ളൂ. ഒന്ന്, നമ്മൾ കോമ്പൻസേഷൻ കൊടുക്കുന്നു. കേരളം ഒരു പോപ്പുലിസ്റ്റ്, അത് ശരിയാണല്ലോ, മരണം എപ്പോഴും ദുഃഖകരമാണ്, അതിന് നമ്മൾ നഷ്ടപരിഹാരം കൊടുക്കുന്ന ഒരു ശീലം കേരളത്തിലുണ്ട്. രണ്ടാമത്, ചില പാമ്പുകളൊക്കെ തന്നെ വന്യജീവി നിയമത്തിൻ്റെ സംരക്ഷണ പട്ടികയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതും കണക്കൂട്ടാറുണ്ട്. അപ്പോൾ 67 മരണങ്ങളിൽ 34 മരണം പാമ്പ് കടിച്ചിട്ടാണ്. 13 മരണം സംഭവിച്ചിരിക്കുന്നത് നമ്മുടെ വഴിയോരങ്ങളിൽ, കൃഷി ഇടങ്ങളിലും കാട്ടുപന്നി വന്ന് കുത്തിയിട്ടാണ്. 1 മരണം കടുവ പിടിച്ച് മരിക്കുന്നുണ്ട്. ബാക്കി 19 മരണമാണ് ആനയുടെ മുമ്പിലകപ്പെട്ട് മരിക്കുന്നു എന്ന് പറയുന്നത്. ഇത് സാധാരണഗതിയിൽ നമ്മുടെ ഒരു ദേശീയ തലത്തിലൊക്കെ കണക്ക് കൂട്ടുന്നത് ആന, പുലി, കടുവ, ഈ 3 ജീവികളെ കൂട്ടിയിട്ടാണ് നമ്മൾ ആ ഒരു കണക്ക് പറയുന്നത്. അപ്പോൾ ഒരിക്കലും ഒരു കമ്പാരിസന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു മരണം പോലും ഉണ്ടാവരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. ഒരു ഉറുമ്പിന് പോലും പീഡയരുത് എന്ന് ഗുരുവൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ നമ്മൾ ആഗ്രഹിക്കുന്നതാണ്. എന്നാലും ഒരു താരതമ്യത്തിന് നമ്മൾ നോക്കുന്ന സമയത്ത് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ ഒരു വർഷം വളരെ ഭീകരമാണ്. എന്ന് വെച്ചാൽ വളരെ അധികമുണ്ട്. 80ഓളം പേരെ കടുവ പിടിക്കാറുണ്ട്. 300-400 പേരെ വരെ ആന ചവിട്ടിക്കൊല്ലുന്ന സംസ്ഥാനങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ ഞാൻ അതാണ് നേരത്തെ സൂചിപ്പിച്ചത്, നമ്മുടെ ഒരു കെയറാണ്, സംസ്ഥാനത്തിൻ്റെ കെയറാണ്. ഓരോ ചെറിയ സംഭവം പോലും നമ്മൾ അത്ര പ്രാധാന്യത്തോടെ, മനുഷ്യജീവന് നമ്മൾ കൊടുക്കുന്ന വിലയാണ്. അത് നമ്മുടെ വികസനത്തിൻ്റെയും നമ്മുടെ ഒരു സാമൂഹിക ബോധത്തിൻ്റെയും സൂചകമായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും വേറെ രീതിയിൽ. പക്ഷെ അതൊരു പ്രശ്നമായിട്ട് മാറുന്നത് പലപ്പോഴും ഒരു സമാധാനം ബാധിക്കുന്ന ഒരു ക്രമസമാധാന പ്രശ്നമായിട്ട് ഇത് മാറുന്ന സമയത്ത് നമ്മളതിനെ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു ഇഷ്യൂ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയാൻ ശ്രമിച്ചത്, ഈ കണക്കുകൾ ഈ ഡിസഗ്രിഗേറ്റ് ചെയ്യുമ്പോൾ പാമ്പ് കടിയും ഇതിന് പരിഹാരം, പാമ്പ് കടിക്കുന്നു മരണം എപ്പോഴും തന്നെയാണ്, അതിനും നമ്മൾ പരിഹാരം കാണേണ്ടതുണ്ട്. ഓരോ ജീവിയാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മൾ വേറെ പരിഹാരം കാണേണ്ടതുണ്ട്. അത് സൂചിപ്പിച്ചതുപോലെ തന്നെ അത് നമ്മൾ സ്പെസിഫിക് ആയിട്ട് തന്നെ ഓരോ മൃഗത്തെയും ഓരോ മേഖലകളെ എടുത്ത് നമ്മൾ അഡ്രസ് ചെയ്യപ്പെടേണ്ട ഇഷ്യൂ ആണ്. ഇപ്പൊ സ്പെസിഫിക്കലി ആന ചവിട്ടിക്കൊന്നു എന്ന് പറയുന്ന മരണങ്ങളുടെ നമ്പർ കുറയുകയാണോ ചെയ്യുന്നത്? ഇപ്പോൾ കുറയുകയാണ് ചെയ്തത്. കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം 23-24 39 പേരാണ് അന്ന് ആന ചവിട്ടി മരിച്ചത് സംസ്ഥാനത്ത്. പിന്നീട് ഇപ്പൊ ഈ കഴിഞ്ഞ വർഷം അത് 19ആയി. അതിന് മുമ്പത്തെ വർഷം അത് 23. പ്രീവിയസ് ഡെക്കേഡുമായിട്ട് കമ്പയർ ചെയ്താൽ അങ്ങനെ, അതായത് ആ ഒരു ഏതാണ്ട്, അതായത് ആ സമയത്ത് സംഭവിച്ചിരിക്കുന്നത് ഈ പറയുന്ന ഒരു അറൗണ്ട് 30+ മരണസംഖ്യ നിൽക്കുന്നത്. ഇതിൽ വളരെ പ്രകടം, ഞാൻ അതിലേക്കാണ് ഒന്നും കൂടെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ വരികയാണെങ്കിൽ, ഇപ്പം നമുക്ക് ആദ്യം പാമ്പ് കടി, ഇപ്പോൾ പാമ്പുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ നിൽക്കുന്നുണ്ട് പറയാണ്. പാമ്പ് കടിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങൾ നോക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത്
4000 പേരെയോളം പാമ്പ് കടിക്കുന്നുണ്ട് ഒരു വർഷം. അതിൽ ഏറ്റവും കൂടുതൽ വൾണറബിൾ ആയിട്ടുള്ള ആളുകൾ എന്ന് വിളിക്കുന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ, പുല്ലരിയാൻ പോകുന്നവർ ആളുകളാണ്. അപ്പോൾ ഇതിൽ ഒരു മരണം നടന്നുകൊണ്ടിരുന്നത് റിപ്പോർട്ടഡ് മരണങ്ങൾ ഒരു 150-നും 300-നും ഇടയ്ക്കായിരുന്നു. 150-200-നും ഇടയ്ക്കാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് കുറയ്ക്കാനായിട്ടുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ വോളണ്ടിയർഷിപ്പ് നമ്മൾ ഒരു പ്രോഗ്രാം തുടങ്ങുന്നത്. സർപ്പ എന്ന് വിളിക്കുന്ന ഒരു പ്രോഗ്രാം കേരളത്തിൽ 12,500-ഓളം പേരെ ട്രെയിൻ ചെയ്യുന്നുണ്ട്, വനിതകളടക്കം. അവർക്ക് ബേസിക് പരിശീലനം കൊടുത്തിട്ട് ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങുന്ന പാമ്പുകളെ അപകടമില്ലാതെ പിടിച്ചു മാറ്റുക എന്നുള്ളൊരു പദ്ധതിയാണ് അത് തുടങ്ങിയത്. അതിൻ്റെ ഫലമായിട്ട് ഈ 58,000 പാമ്പുകൾ ഇതുവരെ പിടിച്ചു മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുമൂലം ഇപ്പോൾ ഈ വർഷം പാമ്പുകടിയേറ്റ് മരിക്കുന്നതാണ് 34 ചുരുങ്ങി, 5-1 നമ്മൾ ചുരുങ്ങി. അപ്പോൾ ഞാൻ ഇന്നലെ എവിടെ ഒരു മീറ്റിങ്ങിൽ പറഞ്ഞ പോലെയാണ്, അത് 500 പേരെന്ന് വെച്ചാൽ ഒരു വർഷം അനാഥമാകുമായിരുന്ന 100 പേരാണ് മരണം ഒഴിവാക്കിയത്. 500 കുടുംബങ്ങളുടെ അനാഥത്വമാണ് നമ്മൾ 5 വർഷം കൊണ്ട് ഇല്ലാതാക്കുന്നത്. ഒന്നത്. രണ്ടാമത്, അല്ലെങ്കിൽ ഈ പാമ്പ് ഒരുപാട് പേരെ കടിക്കുമായിരുന്നു. പിന്നെ ഈ പാമ്പ് ചെയ്യുന്ന കാർഷിക വ്യവസ്ഥയ്ക്ക് ചെയ്യുന്ന വലിയൊരു സേവനമുണ്ട്. ഇപ്പോൾ എലിയൊക്കെ പിടിച്ച് തിന്നു മാറ്റി റോഡൻ കൺട്രോളിന് വേറെ ഒരു മാർഗ്ഗമില്ല, നമുക്ക് പ്രധാനപ്പെട്ട ഒരു മാർഗ്ഗമാണ്. അപ്പോൾ അതിന് ചെയ്യുന്നൊരു സേവനമുണ്ട്. അപ്പോൾ ഈ 30-ലേക്ക് എത്തി നമ്മളെന്ന് വെച്ചു. പക്ഷേ ഇനിയുള്ളൊരു പ്രശ്നം എന്ന് വിളിക്കുന്നത്, ഇനി ഒരു ഇഞ്ച് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ അതിൻ്റെ രണ്ടാം ഘട്ടം, നമ്മൾ സർപ്പ 2ാം ഘട്ടത്തിലേക്ക് പോകാനായിട്ട് തുടങ്ങുമ്പോൾ അതിൻ്റെ കാര്യകാരണം പ്പോഴാണ് രസകരം. അതായത് പലപ്പോഴും ഈ പറയുന്ന ഈ പാമ്പ് കടി ഏറ്റവും കൂടുതൽ ഏൽക്കുന്ന ഒരു സമൂഹം ഈ പറയുന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾ, പുല്ലരിയാൻ പോകുന്നവരാണ്. അപ്പോൾ അവർ ഈ പൊന്തക്കാടുകളിലാണ് പാമ്പ് കടി ഏൽക്കുന്നത്. അപ്പോൾ അവർക്ക് ചെയ്യാവുന്ന ഒരു ഇൻ്റർവെൻഷൻ എന്ന് വിളിക്കുന്നത് ചിലപ്പോൾ ഒരു ഗംബൂട്ടും ഒരു ഗ്ലൗസും നീളമുള്ള കത്തിയും വളരെ ലഘുവായിട്ടുള്ള ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ആ വിഭാഗത്തെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. 1. 2, കേരളത്തിൽ ഇന്ന് വളരെയധികം വീടുകൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. അവിടെ എല്ലാം കാടാവുന്നുണ്ട്. നമ്മുടെ വഴിയോരങ്ങൾ കാട് പിടിക്കുന്നുണ്ട്. അത് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഒരു മാറ്റമാണ്. അതായത് കേരളത്തിൻ്റെ കാലാവസ്ഥാ വ്യതിയാനം നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനുഭവപ്പെടുന്നത് ഒരു രീതി എന്ന് വിളിക്കുന്നത്, കേരളത്തിൻ്റെ പച്ചപ്പ് കൂടുന്നൊരു പ്രതിഭാസമുണ്ട്. അത് കാർബൺ ഡയോക്സൈഡ് കൂടി നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ ഈ നെറ്റ് ബയോമാസ് അക്യുമുലേഷൻ കൂടുമെന്ന് പറയും. പച്ചപ്പ് കൂടും. ഇപ്പോൾ ഒരു കാലത്ത് അട്ടപ്പാടി മരുഭൂമിയായിരുന്നു. ഇന്നും അട്ടപ്പാടി പോയി കഴിഞ്ഞാൽ നല്ല പച്ചപ്പ് കാണാൻ പറ്റും. പച്ചപ്പ് കൂടുന്നു, എന്നാൽ മഴ ദിനങ്ങൾ കുറയുന്നു. അതുകൊണ്ട് വരൾച്ചയും കൂടുന്നുണ്ട്. വളരെ വൈരുദ്ധ്യാത്മകമായിട്ടുള്ളൊരവസ്ഥയാണ്. ഗ്രീനറി കൂടുന്നു, എന്നാൽ ഡ്രൈനസും കൂടുന്നു, ആർദ്രത കുറയുന്നു എന്നുള്ളതാണ്. ഇതെല്ലാം തന്നെ മൃഗങ്ങളുടെ ഒരു ഡിസ്ട്രിബ്യൂഷനിൽ അവരുടെ സഞ്ചാര പദങ്ങളെയൊക്കെ തന്നെ ബാധിക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് കാട് പിടിക്കുന്നു. നമ്മുടെ പല വീടുകൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. കൃഷിയിടങ്ങൾ, കൃഷി ഉപേക്ഷിക്കപ്പെട്ട സ്ഥലങ്ങൾ കാട് പിടിക്കുന്നു. ഇവിടെ എല്ലാം തന്നെ പാമ്പുകൾക്കും മറ്റുള്ള ജീവികൾക്കുള്ള പുതിയ ആവാസ വ്യവസ്ഥകൾ തുറക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കുട്ടനാട് പോയാൽ തന്നെ എത്രയോ പാടങ്ങൾ കൃഷിയില്ലാതെ ഉപേക്ഷിക്കുന്നുണ്ട്. പാമ്പുകളുടെ മറ്റു മൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥകളായിട്ട് ഇത് മാറുന്നുണ്ട്. അപ്പോൾ അതിനുള്ള രണ്ടാമത്തെ ഇൻ്റർവെൻഷൻ എന്താണ്? നമുക്ക് പലപ്പോഴും ആ കൃഷിഭൂമികളാക്കി തന്നെ നമുക്ക് നിലനിർത്താൻ പറ്റണം. കൃഷി തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് സംരക്ഷണത്തിനും പബ്ലിക് സേഫ്റ്റിക്കും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതൊരു അജണ്ടയാണ് ഇതിനകത്തുള്ള വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ഇവരുടെ എല്ലാം വകുപ്പിൻ്റെ എല്ലാം ഒരു സഹകരണം ഈ പ്രക്രിയയ്ക്ക് വേണം. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ നോക്കുമ്പോൾ പാമ്പ് കടി ഏറ്റവും കൂടുതൽ ഏൽക്കുന്ന ചില ഹോട്ട്സ്പോട്ടുകളുണ്ട്. ആ സ്ഥലങ്ങളിൽ ഒരു പക്ഷേ ആൻറ്റിവെനം വേണ്ടത്ര രീതിയിൽ അവൈലബിൾ ആയിരിക്കില്ല. കാരണം ആൻറ്റിവെനം അവൈലബിലിറ്റിക്കായിട്ടുള്ള നിലവിലുള്ള ചില പ്രോട്ടോക്കോളുകൾക്ക് ഉണ്ടാവില്ല. ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ മലക്കപ്പാറ എന്ന് വിളിക്കുന്ന സ്ഥലത്ത് പാമ്പ് കടി ഏറ്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ ആൻറ്റിവെനം പിന്നെ ചാലക്കുടിയിലാവും. ആ ദൂരം വരുമ്പോഴേക്കും ഫാറ്റിലാവും. അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട് കേരളത്തിൽ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള പാമ്പ് കടി സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ആൻറ്റിവെനം ക്രമീകരിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഒത്തിരി കുറയ്ക്കാൻ പറ്റും. അതിനുള്ള ഉത്തരവാദിത്വം അപ്പോൾ ആരിലേക്ക് മാറുന്നു? ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു റോള് വരികയാണ്. പിന്നീട് ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ, ചില പാമ്പ്, ഇപ്പോൾ ഹംപ് നോസ്ഡ് വൈപ്പർ എന്ന് വിളിക്കുന്ന ഒരു പാമ്പിന് ഇന്ന് ആൻറ്റിവെനം ഇല്ല. നമ്മൾ ആരും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. പക്ഷെ കേരളത്തിൽ അത് കടിയേറ്റ് മരിക്കുന്ന ധാരാളം കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളൊരു അതുപോലെ ഇന്ന് നമ്മൾ കേരളത്തിൽ ഉപയോഗിക്കുന്ന ആൻറ്റിവെനം വരുന്നത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ്. അപ്പോൾ അതിൻ്റെ ഒരു റീജിയൻ സ്പെസിഫിക് ആണ് ഇതിൻ്റെ ഫലപ്രാപ്തി എന്ന് പറയാറുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള പാമ്പിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ആൻറ്റിവെനത്തിന് ഒരു പക്ഷെ കൂടുതൽ ഒരു വിർലൻസ് ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ എന്തായാലും ഒരു വർഷം 16,000-17,000 പാമ്പുകളെ നമ്മുടെ സർപ്പ വോളണ്ടിയേഴ്സ് പിടിച്ചു മാറ്റുന്നതാണ്. അപ്പോൾ അത്
അത് ഉപയോഗിച്ചിട്ട് നമുക്ക് കേരളത്തിന് ആവശ്യം ഉള്ളതും മറ്റ് സംസ്ഥാനങ്ങൾക്ക് ആവശ്യമുള്ളതുമായ വ്യാവസായിക അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് ആൻറ്റിവെനം ഉൽപ്പാദിപ്പിക്കാൻ പറ്റിയാൽ തന്നെ ഈ മരണസംഖ്യ ഒരുപാട് വീണ്ടും കുറയ്ക്കാൻ പറ്റും. പിന്നീട് വരുന്നൊരു കാര്യം അവയർനെസ് ആണ്. അവയർനെസ് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ഇപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ നടത്തിയ ഈ ഇത്തരം കേസുകളുടെ ഒരു അനാലിസിസിൽ പലതും സംഭവിച്ചിരിക്കുന്ന ആവശ്യമായ ശാസ്ത്രീയമായ ചികിത്സ തേടാതെ എത്തിപ്പെട്ടതാണ്. അതുകൊണ്ടൊക്കെ തന്നെ കൊണ്ട് മരണം സംഭവിച്ചു പകുതിയിൽ കൂടുതൽ അങ്ങനെയുള്ള കേസുകളാണ്. അവിടെ ഒരുപക്ഷെ വിദ്യാഭ്യാസ വകുപ്പിന്, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്, പൊതുസമൂഹത്തിന് ഒരു റോൾ വഹിക്കാനുണ്ട്. അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ പരിഹാരം എന്ന് വിളിക്കുന്നത് ഇപ്പോൾ വനം വകുപ്പിൻ്റേത് മാത്രമാണ് പാമ്പുകൾ എന്നുള്ളൊരു യുക്തിയിൽ നമ്മൾ ഇതിനെ സമീപിച്ചു കഴിഞ്ഞാൽ പ്രശ്നം അവിടെ ബാക്കിയാവും. തർക്കവും പ്രശ്നവും ബാക്കിയായിട്ട് തന്നെ അവിടെ അവശേഷിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കേരള സർക്കാരും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും വനംവകുപ്പ് മന്ത്രിയും ഇവരെല്ലാം ചേർന്ന് തീരുമാനിച്ചിട്ടുള്ളത് ഒരു പാമ്പ് കടി മരണരഹിത സംസ്ഥാനമായിട്ട് കേരളത്തെ മാറ്റുക എന്നുള്ളതാണ്. അതൊരു 5 വർഷം കൊണ്ടാണ്. 2030 ആകുമ്പോൾ ഒരാൾ പോലും കേരളത്തിൽ പാമ്പ് കടിച്ച് മരിക്കരുത്. ഇത് ജില്ലാ ഭരണകൂടങ്ങളുടെ ഉത്തരവാദിത്വമാവുകയാണ്. അതിനുള്ള സംവിധാനങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ ജില്ലാ വികസന സമിതികളുണ്ട്, അതുപോലെ തന്നെ ജില്ലാ കോൺഫ്ലിക്റ്റ് മാനേജ്മെന്റ് സമിതികൾ ഉണ്ടാവണം. ഇത് പാമ്പിൻ്റെ കാര്യം മാത്രമാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഇതിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്.